നമസ്കാരം, ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചാണ്. വ്യാഴം കലാപുരുഷൻ്റെ ജ്ഞാനവും ബുദ്ധിയുമാകുന്നു. സൂര്യനെ രാജാവും ചന്ദ്രനെ രാജ്ഞിയുമായി സങ്കല്പിച്ച മാനദണ്ഡമനുസരിച്ച് വ്യാഴത്തെ ഗുരുവായും ഉപദേഷ്ടാവായും കണക്കാക്കാം. രാജാക്കന്മാരുടെ ഉപദേഷ്ടാക്കൾ പുരോഹിതന്മാരായിരുന്നതുപോലെ ഗുരുവിനും പുരോഹിത സ്വഭാവമുണ്ട്. വ്യാഴം സത്വഗുണ പ്രധാനമാണ്. കാര്യകാരണ വിവേകചിന്ത, ന്യായബോധം, ഔദാര്യം, ഹൃദയവിശാലത തുടങ്ങിയ ഗുണവിശേഷങ്ങൾ വ്യാഴത്തിന് ബലമുള്ള ജാതകനിൽ കാണാൻ കഴിയും. അറിവ്, ദയ, പുണ്യം, മക്കൾ, ബുദ്ധി, ഗുണം, തപസ്, ഗുരുസ്ഥാന മാഹാത്മ്യം, മോക്ഷം, ദേവശാസ്ത്ര പുരാണങ്ങൾ, ദേവബ്രാഹ്മണ ഭക്തി, ഐശ്വര്യം, വിദ്യ, സന്യാസം, ജ്ഞാനം എന്നിവയെല്ലാം വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കാം. ജാതകത്തിൽ വ്യാഴം അനുകൂലനാണെങ്കിൽ ആ ജാതകനെ എല്ലാ തരത്തിലുമുള്ള വിജയങ്ങളും പൊതു സഹകരണങ്ങളും യശസ്സും ലഭിക്കും. ജാതകൻ വേദാന്ത ചിന്തകനും പരോപകാരപ്രിയനുമായി മാറും. ധനധാന്യ സമൃദ്ധിയും മനസ്സന്തോഷവും ആത്മസംതൃപ്തിയും അനുഭവപ്പെടും. ജാതകത്തിൽ വ്യാഴത്തിന് ബലമില്ല എങ്കിൽ ജാതകന് സമ്പത്ത് ഉണ്ടാവുകയില്ല. മുകളിൽ പറഞ്ഞിട്ടുള്ള ദിവ്യ ഗുണങ്ങളുള്ള വ്യാഴം 2025 മെയ് 14 രാത്രി 10:30 ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. മേൽപ്പറഞ്ഞ രണ്ട് രാശികളും വ്യാഴത്തിൻ്റെ ശത്രു ക്ഷേത്രങ്ങളാണ്. അതിനനുസരിച്ചുള്ള ഫലങ്ങളായിരിക്കും വ്യാഴം നൽകുന്നത്. വ്യാഴത്തിൻ്റെ ഈ സഞ്ചാരത്തിൻ്റെ ഫലമായി 12 രാശിയിലുള്ള നക്ഷത്രക്കാർക്കും ഗുണദോഷ ഫലങ്ങൾ കലർന്ന അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ചില രാശിക്കാർക്ക് മഹാഭാഗ്യങ്ങളും മറ്റു ചില രാശിക്കാർക്ക് പ്രയാസങ്ങൾ നിറഞ്ഞ അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുക എന്ന് സാരം. ഈ അനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മേടം, ഇടവം എന്നീ രണ്ട് രാശികളുടെ ഫലങ്ങളാണ്. ആദ്യമായി മേടൻ രാശി. അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടൻ രാശി. കഴിഞ്ഞ ഒരു വർഷമായി മേടൻ രാശിക്കാരുടെ ധനസ്ഥാനവും വാക്സ്ഥാനവുമായ 2ാം ഭാവത്തിലാണ് ഗുരു സഞ്ചരിച്ചിരുന്നത്. ഇടവൻ രാശിയിൽ 2025 മെയ് 14 ഗുരു മേടൻ രാശിയുടെ 2ാം ഭാവത്തിൽ നിന്നും 3ാം ഭാവത്തിലേക്ക് രാശി മാറുന്നു. 2ാം ഭാവത്തിൽ ഒരു വർഷമായി സ്ഥിതി ചെയ്തിരുന്ന ഗുരു തൊഴിൽ രംഗത്തെ ഉയർച്ചയും ധനസമൃദ്ധിയും സുഖവും പ്രശസ്തിയും ദാനധർമ്മ അഭിരുചിയുമാണ് മേടൻ രാശിക്കാർക്ക് നൽകിക്കൊണ്ടിരുന്നത്. ഏത് കാര്യത്തിനും ദൈവാധീനം കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ 2025 മെയ് 14 ഗുരു 3ാം ഭാവത്തിലേക്ക് രാശി മാറുമ്പോൾ മേൽപ്പറഞ്ഞ ഫലങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നു. ധനച്ചിലവുകളെയും ധനനഷ്ടത്തെയുമാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. ഏത് കാര്യത്തിന് പണം മുടക്കിയാലും അതിന് നഷ്ടം വരുന്നു. കൂടുതൽ പണം മുടക്കി യാതൊരു ബിസിനസ്സുകളും ഈ സമയത്ത് തുടങ്ങരുത്. ലാഭം ലഭിക്കുകയില്ല. കാരണമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സ്ഥാനഭ്രംശം ഉണ്ടാകാനുള്ള സമയമാണ്. ഇപ്പോൾ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് തീർച്ചയായും മാറേണ്ടതായി വരും. തൊഴിൽ സ്ഥലത്തും വീട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം. സഹോദരങ്ങളുടെ അപ്രീതി ഉണ്ടാകാം. ശരീരപീഡയും പിതൃക്ലേശവും സംഭവിക്കാം. സുഹൃത്തുക്കളിൽ നിന്നും പ്രതികൂല അനുഭവങ്ങൾ ഉണ്ടാകും. അപവാദം കേൾക്കാൻ ഇടവരും. ബന്ധുക്കൾ ശത്രുക്കളാകും. കാര്യങ്ങളിൽ തടസ്സമുണ്ടാകും. ദുർബുദ്ധി കൊണ്ട് പല പ്രവർത്തികളും ഈ സമയത്ത് ചെയ്യും. അത് നിമിത്തം പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ഈ സമയത്ത് ധന ഇടപാടുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം. കൂടാതെ 2025 മാർച്ച് 29 സർവാഭീഷ്ട സ്ഥാനത്ത് നിന്ന ശനി വ്യയസ്ഥാനത്തേക്ക് രാശി മാറി. ഇതും പ്രതികൂല ഫലങ്ങളാണ് നൽകുന്നത്. ധനച്ചിലവുകളെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത്. എന്നാൽ ശനിയും ഗുരുവും നിങ്ങളുടെ ജാതകത്തിൽ ശക്തരാണെങ്കിൽ മേൽപ്പറഞ്ഞ പ്രയാസങ്ങൾ കൂടുതലായി നിങ്ങൾക്ക് അനുഭവത്തിൽ വരികയില്ല. 2 ഗ്രഹങ്ങളെയും പ്രീതിപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ശനി പ്രീതിക്ക് വേണ്ടി ശാസ്താവിന് ശനിയാഴ്ച തോറും നീരാഞ്ജനം ചെയ്യുക. കൂടാതെ ശിവക്ഷേത്രത്തിൽ ദർശനവും നടത്തുക. ശിവനെ പ്രീതിപ്പെടുത്താൻ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. വ്യാഴാഴ്ച തോറും പാൽപ്പായസം നടത്തുകയും ചെയ്യണം.
കൂടാതെ വിഷ്ണു സഹസ്രനാമം പതിവായി ജപിക്കുന്നത് നല്ലതാണ്. ഭഗവാന് തുളസിമാല ചാർത്തുന്നതും വളരെ നല്ലതാണ്. ഇവയെല്ലാം കൊണ്ട് നിങ്ങളുടെ പ്രയാസങ്ങൾ മാറും. അടുത്തതായി ഇടവൻ രാശി. കാർത്തിക മുക്കൽ, രോഹിണി, മകയിരമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവൻ രാശി. കഴിഞ്ഞ ഒരു വർഷമായി ഗുരു ഇടവൻ രാശിയുടെ ജന്മഭാവത്തിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. ശരീരത്തെയും സുഖത്തെയും കീർത്തിയെയും സൗന്ദര്യത്തെയും സൂചിപ്പിക്കുന്ന ഭാവമാണ് ജന്മഭാവം. ഇവിടെയാണ് ഒരു വർഷമായി ഗുരു സ്ഥിതി ചെയ്തിരുന്നത്. ജന്മഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന ഗുരു ഒരിക്കലും നല്ല ഫലങ്ങൾ നൽകുകയില്ല. ജന്മഗുരു തൊഴിൽ തർക്കങ്ങളും വസ്തുക്കൾക്ക് നാശവും അധിക ചിലവുകളും അപമാനവും സർക്കാരിൽ നിന്നുള്ള അപ്രീതിയും മനോവിഷവുമാണ് ഒരു വർഷമായി നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. പലർക്കും തൊഴിൽ നഷ്ടപ്പെട്ടു. ഉദ്യോഗസ്ഥർക്ക് അപ്രതീക്ഷിതമായ സ്ഥലമാറ്റങ്ങളുണ്ടായി. അത് നിമിത്തം ധനനഷ്ടവും സംഭവിച്ചു. എന്നാൽ 2025 മെയ് 14 ഗുരു ധനസ്ഥാനമായ 2ാം ഭാവത്തിലേക്ക് രാശി മാറുന്നു. ഇതുമേൽ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. നാനാതരത്തിൽ ധനം കയ്യിൽ വന്നു ചേരും. കർമ്മരംഗത്ത് ഉയർച്ച, ശത്രുക്കളുടെ നാശം, പ്രശസ്തി, സുഖപ്രാപ്തി എന്നിവയുണ്ടാകുന്നു. ദാനധർമ്മം ചെയ്യാനുള്ള തോന്നൽ ഈ സമയത്ത് കൂടുതലായിരിക്കും. വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹം നടക്കും. വാഹനം, വീട് എന്നിവ വാങ്ങാൻ കഴിയുന്ന സമയമാണ്. ഊഹക്കച്ചവടത്തിൽ വിജയമുണ്ടാകും. കൂടാതെ കഴിഞ്ഞ 2 വർഷമായി കണ്ടകശനിയുടെ ദോഷഫലങ്ങളും ഇടവൻ രാശിക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2025 മാർച്ച് 29 ശനി സർവാഭീഷ്ട സ്ഥാനമായ 11ാം ഭാവത്തിലേക്ക് രാശി മാറും. ഇത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട അധികാരവും ബഹുമാനവും സുഖവും എല്ലാം തിരികെ തരുന്നു. അങ്ങനെ ശനിയുടെയും ഗുരുവിൻ്റെയും സ്ഥാനമാറ്റം കൊണ്ട് ഈ വർഷം ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന രാശി ഇടവൻ രാശിക്കാരായിരിക്കും. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ ദിനങ്ങളായിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുക. തീർച്ചയായും നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.